സുനിൽ ഐസക്കിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. സുനിൽ, 3 ക്യാമ്പുകളും 3 നേതാക്കളും ഒരേപോലെ പ്രതീക്ഷയിലാണ്. അവർക്ക് യാതൊരു സൂചനയും ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതൊരു പക്ഷേ നിയമസഭാ കക്ഷി യോഗത്തിൽ ആ പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശയവിനിമയം നടക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നോക്കൂ, ആ പ്രഖ്യാപനത്തിന് ശേഷം വാട്ട് നെക്സ്റ്റ് എന്നൊരു ചോദ്യമുണ്ട്. ഒരു നേതാവിനെ തീരുമാനിക്കുന്നു, മറ്റ് 2 നേതാക്കളുടെയും ക്യാമ്പുകൾ, അവരെ അനുകൂലിക്കുന്നവർ, അവരെ പിന്തുണയ്ക്കുന്നവർ ഏത് രീതിയിൽ പ്രതിഷേധിക്കും, പ്രതികരിക്കും എന്നതിലും ഒരു ആകാംക്ഷയില്ലേ, ആശങ്കയില്ലേ കോൺഗ്രസിന്? ഈ ക്ലൈമാക്സിന്റെ ഏറ്റവും ഒടുവിലും 3 നേതാക്കളും വലിയ ആത്മവിശ്വാസത്തിലാണ്. പക്ഷേ അതേപോലെ തന്നെ വലിയ ഉത്കണ്ഠയിലുമാണ് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. കാരണം നേരത്തെ ധനസമ്മൂതൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ 3 നേതാക്കളെ സംബന്ധിച്ചും ഇപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൂചന ആരാകും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഒരു സൂചനയുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ അതുകൊണ്ട് തന്നെ 3 ക്യാമ്പിനും വലിയ ആത്മവിശ്വാസമുണ്ട്. ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ്, പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒക്കെ വീടിന് പരിസരത്തടക്കം നൂറുകണക്കിന് പ്രവർത്തകർ എത്തി അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പക്ഷേ ആ ഒരു സീൻ ഒഴിവാക്കുക എന്നതാണ് പ്രധാനമായും ഇന്നലത്തെ പ്രഖ്യാപനം ഒഴിവാക്കിയതിലൂടെ അതും കൂടി AICC ലക്ഷ്യമിടുന്നുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നലെ ഏതെങ്കിലും തരത്തിൽ മറ്റൊരാളെ ഇന്നലെ മുഖ്യമന്ത്രിയായി അവിടെ പ്രഖ്യാപിച്ചാൽ വലിയ തോതിലുള്ള പ്രതിഷേധം അവിടെ ഉയരും. അത് ഒരുപക്ഷെ സംസ്ഥാന വ്യാപകമായി ആ പ്രതിഷേധത്തിന്റെ അലവിലികൾ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. നേരത്തെ നോക്കൂ, KC വേണുഗോപാൽ എന്ന ഒറ്റ പേരിലേക്ക് ഏതാണ്ട് ഒരു 2 ദിവസം മുമ്പ് വരെ ഇങ്ങനെ നിന്നിരുന്ന, അതായത് KC വേണുഗോപാൽ എന്ന പേരിനെ ചുറ്റിപ്പറ്റി നിന്നിരുന്ന ചർച്ചകൾ കഴിഞ്ഞ 2 ദിവസം കൊണ്ടാണ് പൂർണ്ണമായും തകിടം മറിയുന്നത്. അത് K മുരളീധരന്റെയും VM സുധീരന്റെയും ഡൽഹി സന്ദർശനത്തിനും രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കും ശേഷമാണ് അക്കാര്യത്തിൽ എല്ലാ തരത്തിലും KC എന്ന ഒറ്റ പേരിൽ നിന്ന് ചർച്ച VD സതീശനിലേക്ക് വഴിമാറുന്നത്. ഇന്നലെ പക്ഷെ വൈകുന്നേരത്തേക്കാവുമ്പോഴേക്കും VD സതീശൻ തന്നെ മുഖ്യമന്ത്രി എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന വലിയ പ്രതീക്ഷ പരസ്പരം എല്ലാവരും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അവസാന നിമിഷം വീണ്ടും ആ തീരുമാനം നീട്ടുകയാണ്. അതിന് പല തരത്തിലുള്ള കാരണങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ VD സതീശൻ എന്ന പേരിലേക്ക് ഹൈക്കമാൻഡ് എത്തുമ്പോൾ വലിയ എതിർപ്പ് KC വേണുഗോപാലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നു. രമേശ് ചെന്നിത്തല വലിയ അതൃപ്തി പ്രകടിപ്പിക്കുന്നു. സ്വാഭാവികമായും അവരെ കൂടി സമവായത്തിലെടുത്തുകൊണ്ട് മാത്രം ഒരു പ്രഖ്യാപനം മതി എന്ന തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് മാറുകയും ചെയ്യുന്നു. പക്ഷേ രാത്രി ചർച്ചയിൽ എന്തൊക്കെ തീരുമാനങ്ങളിൽ മാറ്റമുണ്ടായി, എന്തൊക്കെ കാര്യങ്ങളിലാണ് പുതിയ തീരുമാനം എടുത്തിരിക്കുന്നത് എന്നതിലൊന്നും ആർക്കും ഒരു തരത്തിലുള്ള വ്യക്തതയുമില്ല. എന്തായാലും ഒരാളെ പ്രഖ്യാപിക്കുമ്പോൾ മറ്റ് 2 പേർക്ക് അവരെ വലിയ പ്രക്ഷുബ്ധമാകാത്ത അവസ്ഥയിലേക്ക്, അവർ വലിയ പൊട്ടിത്തെറിയിലേക്ക് പോവാത്ത തരത്തിലേക്ക് അവരെ കൂടി കൈകാര്യം ചെയ്തുകൊണ്ടുള്ള, അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനം മാത്രമേ ഹൈക്കമാൻഡിന് സ്വീകരിക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവിടെ നിയമസഭാ കക്ഷി യോഗം ചേരുമ്പോൾ ആ യോഗത്തിൽ ഈ തീരുമാനം പ്രഖ്യാപിച്ചാൽ ആ യോഗത്തിൽ രമേശ് ചെന്നിത്തലയും പങ്കെടുക്കുന്നുണ്ട്, VD സതീശനും പങ്കെടുക്കുന്നുണ്ട്. നിയമസഭാ കക്ഷി അംഗമല്ലാത്തതുകൊണ്ട് സ്വാഭാവികമായും KC വേണുഗോപാൽ ആ യോഗത്തിൽ പങ്കെടുക്കാൻ സാധ്യതയില്ല. ഏതെങ്കിലും തരത്തിൽ തനിക്ക് അനുകൂലമായ പോസിറ്റീവായ ഒരു മറുപടി കിട്ടിയാൽ മാത്രമേ KC വേണുഗോപാൽ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് വണ്ടി കയറാനുള്ള സാധ്യതയുമുള്ളൂ. അങ്ങനെയാണെങ്കിൽ